പരാതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളെയും ആവലാതികളെയും പരിശോധിക്കുക എന്നത് പാർട്ടി പ്രവർത്തനത്തിന് തന്നെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രവർത്തന ശൈലി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ജനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തന്നെ ഭാഗമായി അവരുടെ തന്നെ നേതാവായി പ്രവർത്തിക്കുന്ന സമീപനമാണ് പാർട്ടി ആകെ കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം. സംസ്ഥാന സർക്കാരിന്റെ സമീപനവും ജനങ്ങൾ നൽകുന്ന പരാതികൾ പരിശോധിച്ച് പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന രീതി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അൻവറിന്റെ പരാതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ. CPIMന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ ഭരണതലത്തിലുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയാണ് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എന്നോട് പത്രസമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പത്രപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെയാണോ പാർട്ടിയുടെ മുന്നിൽ ഒരു പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അല്ല, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ പാർട്ടിയിലാണ് ഉന്നയിക്കുക, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെന്റിലാണ് ഉന്നയിക്കുക, രണ്ടുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെന്റിലും പാർട്ടിയിലുമാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുക. പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം പാർട്ടി അംഗം കൂടിയല്ലാത്ത അൻവറിന്റെ സംഘടനാപരമായ പരിമിതിയാണ് കാണിക്കുന്നത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പരസ്യമായിട്ട് ഉന്നയിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് പരാതി നൽകുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിക്കും അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള പരാതിയുടെ കോപ്പി, മുഖ്യമന്ത്രിക്ക് കൊടുത്ത കോപ്പി ഞങ്ങൾക്കും തരികയുണ്ടായി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നതിന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGPയാണ്. DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. അതോടൊപ്പം പോലീസിന്റെ പൊതുവായ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രഥമദൃഷ്ട്യാ തന്നെ പോരായ്മ വന്നിട്ടുണ്ട്. അവിടെ SP ആയിരുന്ന, ഇപ്പോഴത്തെ അന്നത്തെ പരിസ്ഥിതിയിൽ പത്തനംതിട്ട SP കൂടിയായ സുജിത് ദാസ് IPS, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ DGP അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സുജിത് ദാസ് IPSനെ സസ്പെൻഡ് ചെയ്യുന്ന നില സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിലെ പോലീസ് രംഗത്ത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നൽകിയിട്ടുള്ള പരാതി പരിശോധിക്കുകയുണ്ടായി. ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത് എന്നതിനാൽ സർക്കാരിന്റെ പരിശോധനയ്ക്ക് നൽകിയ ശേഷം ആവശ്യമാണെങ്കിൽ അതിന്റെ തുടർച്ചയിൽ നിലപാട് സെക്രട്ടേറിയറ്റ് സ്വീകരിക്കാം എന്നാണ് കണ്ടത്. അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി തന്നെ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്.